ഞാൻ കുറേ പണം സമ്പാദിച്ചു, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആൾമോസ്റ്റ് ഓക്കെയാണ്, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ഇത്ര കോടി രൂപയാണ് എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഇത്രയും കിട്ടി, ഇതിന് ശേഷം എന്താണ്, ഈ ശേഷം എന്താണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ തോട്ട്സൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ എൻ്റെ ലൈഫിൽ ഇനി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ആഗ്രഹിക്കുന്നത് ഇല്ല. നമ്മളെക്കാൾ സ്നേഹിച്ചിരുന്നു അവർ, ആ സ്നേഹം, അങ്ങനെ ഒരു തോട്ട്. പക്ഷെ ആ തോട്ട് നമുക്ക് അങ്ങനൊന്നും അല്ല. ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ടില്ലേ ഇപ്പോൾ പിരിഞ്ഞു പോയാൽ? ലൈഫിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വിട്ടുപോയതിൽ വിഷമിക്കുന്ന ഒരാളുണ്ട്. ഞാൻ തിരിച്ച് അവിടെ ചെന്ന് അപ്പോളജി ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പലവട്ടം ചെയ്തിട്ടുണ്ട്, അത് പല ആൾക്കാരുടെ അടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കൂടുതലും സ്പിരിച്വൽ ഫുഡ്സാണ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത്. ഞാൻ സാധനയിൽ മാത്രമാണ് ഞാൻ ചിട്ട കൊണ്ടുവരാറുള്ളത്. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ഈ ഇത്തരത്തിലുള്ള കുറച്ച് സാധനമുണ്ട്, സ്പിരിച്വൽ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ രുദ്രാക്ഷം നോക്കിയതിന് ഉത്തരം എനിക്കിപ്പോൾ കിട്ടി. എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അനാവശ്യമായ കുറച്ച് പിടിവാശികളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു നമ്മൾ. അപ്പം നമ്മളിൽ നിന്നും ആരെങ്കിലുമൊക്കെ പോയിട്ടുള്ളതൊക്കെ നമ്മുടെ കൂടെ കുറച്ച് കുഴപ്പം കൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു മൊമെന്റ് തൊട്ടാണ് കുറച്ചെങ്കിലും ആൾക്കാരുമായിട്ട് ഇപ്പോൾ ഒക്കെ ആയിട്ട് പോകുന്നത്. നമ്മളിൽ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോ ദിവസവും ഹാപ്പി ആയിട്ട് സർവൈവ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ അത് വീണ്ടും എൻ്റെ കൂടൊപ്പം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവനെ നമ്മളൊരു ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. ഇന്നും ആ ഗ്രാറ്റിറ്റ്യൂഡ് എൻ്റെ മനസ്സിലുണ്ടാവും. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. വെൽക്കം. കാർത്തിക് ശങ്കറാണ് കൂടെ ഉള്ളത്. സ്വാഗതം. നമസ്കാരം. നമുക്കൊരു ആക്ടറോട് സംസാരിക്കുമ്പോൾ ഈ ആക്ടറുടെ ഒരു കരിയർ നോക്കി കഴിയുമ്പോൾ അയാളുടെ ഒരു സക്സസ് റേറ്റ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. കാരണം അയാൾ സിനിമകൾ ഓടിയില്ലയോ, അതാണ് അതിൻ്റെ സക്സസ് റേറ്റിൻ്റെ ഒരു ഫോർമുല. ഇപ്പോൾ ഒരു യൂട്യൂബർ, ഇപ്പോൾ ആക്ടറായിട്ട് ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് നമുക്ക് പറയാം. യൂട്യൂബറായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേജ് തന്നെയാണ്. നമ്മളൊരു യൂട്യൂബറിൻ്റെ ഒരു സക്സസ് റേറ്റ് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. ഇപ്പം അയാളുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. അയാൾക്ക് ചില കണ്ടന്റിൻ്റെ അകത്ത് പുറത്തുനിന്ന് ഇപ്പോൾ നമുക്കൊരു 1 മില്യൺ വ്യൂ കിട്ടുന്ന ഒരു സാധനം നമ്മൾ പറയും അയ്യോ ഭയങ്കര വ്യൂ ആണെന്ന് പറയും. ചിലപ്പോൾ അതിൻ്റെ റവന്യൂ ചിലപ്പോൾ 5 ലക്ഷം കിട്ടിയതിനേക്കാൾ കുറവായിരിക്കും, റിട്ടൻഷൻ കുറവായിരിക്കും. ഈ ഒരു യൂട്യൂബറുടെ ഒരു സക്സസ് റേറ്റ് അതെങ്ങനെയാണ് ഇത് വാല്യൂ ചെയ്യുന്നത്? ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് വ്യൂസ് പോലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ പെയ്ഡ് വ്യൂസ് ആക്കാം, നമുക്ക് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒരു ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് ജനങ്ങൾ എത്രത്തോളം നമ്മളുമായിട്ട് കണക്റ്റഡായി നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാതിനിധ്യം, അവർ അല്ലെങ്കിൽ റെഗുലറായിട്ട് നമ്മളുമായിട്ട് എങ്ങനെ കണക്റ്റഡായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പ്രേക്ഷകർക്ക് റിലേറ്റബിൾ ആവാവുന്ന കണ്ടന്റുകളാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതെത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു സക്സസ്. ഇപ്പോഴും ആളുകൾക്കിടയിൽ നമ്മളെപ്പറ്റി, നമ്മുടെ പുതിയ വീഡിയോസിനെ പറ്റി സംസാരിക്കുന്നുണ്ടോ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം കാർത്തികനെ സംബന്ധിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ഷോർട്ട് ഫിലിമിൽ തുടങ്ങി ഇന്ന് ഇത്രയും ഇപ്പം സിനിമ വരെ എത്തി നിൽക്കുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂട്യൂബ് കരിയർ എന്ന് നമുക്ക് പറയാം. നമുക്ക് അങ്ങനെ പറയാം. യൂട്യൂബ് കൊണ്ട് എന്താണ് അന്നത്തെ സ്റ്റേജിൽ നിന്ന് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ, ജീവിതത്തിലൊക്കെ പേഴ്സണലിലേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ സക്സസ്ഫുൾ ആവുന്നു, എനിക്ക് വരുമാനം വന്നു തുടങ്ങുന്നു, അത് എന്നെ അഹങ്കാരിയാക്കുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരം കാണിക്കാതിരിക്കുക, അത് വരാതിരിക്കാൻ കോൺഷ്യസ് ആണോ ശരിക്കും പറഞ്ഞാൽ? സ്വാഭാവികമായിട്ടും കയ്യിൽ പെട്ടെന്നൊരു നമ്മളൊരു സംഭവം ചെയ്യുന്നു, നമുക്ക് അത്രയും റീച്ച് വരുന്നു, നമ്മൾക്ക് അതിൽ നിന്ന് ഇൻകം വളരെയധികം വന്നുകൊണ്ടിരിക്കുന്നു, നമ്മളുടെ ജീവിതത്തിൻ്റെ നിലവാരം മാറുന്നു. സ്വാഭാവികമായിട്ട് ഒരു സെൽഫ് മെയ്ഡ് മാൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു ചെറിയൊരു പ്രൗഡ് ഫീൽ എന്ന് പറയാം. നമ്മളുടെ പ്രൗഡ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അഹങ്കാരമായിരിക്കാം. അത് റിഫ്ലക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്രതീക്ഷിതമായ ചില ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ അത് നമ്മളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു പെട്ടെന്നൊരു ഹൈപ്പായാലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഒരു ഇതാണെങ്കിലും അതൊക്കെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ അഹങ്കാരമൊന്നും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹൈപ്പിൽ നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അത് പ്രേക്ഷകർ അവരുടെ കാഴ്ചപ്പാടാണ്, ഒരാളുടെ കാഴ്ചപ്പാടാണ്. അതിപ്പോൾ നമ്മൾ ഒരാളെ നോക്കി ഭയങ്കരമായി ചിരിച്ച് സംസാരിച്ചാലും മിണ്ടിയില്ലേലും പറയാനുള്ളത് അത് വരിക തന്നെയും. അപ്പോൾ അതിനകത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പേഴ്സണലി ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അത്തരത്തിലുള്ള ചില ഹൈപ്പുകളും അല്ലെങ്കിൽ ചില താഴ്ചകൾ വരുമ്പോഴായാലും പലതും ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ആ സിറ്റുവേഷനിലൂടെ പഠിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഓക്കെ. ഈ ഒരു വലിയൊരു ഹൈപ്പ് വരുന്നു, അത് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഷോർട്ട് ഫിലിം ഇട്ട് അത് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഡൗൺ വരുമ്പോൾ അത് ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? അതിപ്പം കരിയറിലാണെന്നുണ്ടെങ്കിൽ ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗൺ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ നേർരേഖ പോകുന്നു, അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്ന ഗ്രാഫോ നേർരേഖ പോകുന്ന ഒരു ഗ്രാഫോ, അതിൽ നിന്നൊരു ഡൗൺ വരുന്നു, അതെങ്ങനെ ഓവർകം ചെയ്യും? ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങ് ഒരു വലിയ ഹൈപ്പിൽ പോയിട്ട് വല്ലാതെ താഴെ പോയ ആൾ തന്നെയാണ് ഞാൻ. എന്നെ നോക്കി കാണുകയാണെങ്കിൽ ഞാൻ വല്ലാതെ താഴെ പോയൊരു വ്യക്തി തന്നെയാണ്.
കാരണം ഒരു ഓപ്പണായിട്ട് പറയാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ലോക്ക്ഡൗൺ സമയത്താണ് നമ്മൾ കൂടുതലും ആളുകളിലേക്ക് കുറച്ചുകൂടി വേറൊരു തലത്തിലേക്ക് എത്തിയത്. അങ്ങനെ ആ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ യൂട്യൂബൊക്കെ വിട്ടിട്ട് മറ്റൊരു കാര്യത്തിനായിട്ട്, മറ്റൊരു സിനിമ കാര്യത്തിനായിട്ട് ഞാൻ പോയത്. അപ്പോൾ ആ സമയത്ത് പോയപ്പോൾ ഞാൻ യൂട്യൂബിനെ ടോട്ടലി വിട്ടിട്ടാണ് പോയത്. അതും ചെറിയ ഇതിൽ നിൽക്കുമ്പോഴല്ല, നല്ല ഇതിൽ നിൽക്കുമ്പോൾ അതിൽ ഒരുപാട് ഓഡിയൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് എല്ലാം വിട്ടിട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ പോയ കാര്യത്തിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ടുവേർഡ്സ് ഉണ്ടായപ്പോൾ സംഭവിച്ചിട്ട് നേരെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് മൊത്ത സ്ഥിതിഗതികൾ മാറിയിരുന്നു. ഒരു ലോക്ക്ഡൗൺ കഴിഞ്ഞതോടുകൂടി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, ഓൺലൈൻ മീഡിയയിൽ എല്ലാം വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് എനിക്ക് പഴയ ഒരു ഇതിലേക്ക് എത്താനായിട്ട് ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് മാത്രമാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫഷനിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി പണിയെടുക്കുക, അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് തിരിച്ചു വരാനായിട്ട് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ ദൈവം സഹായിച്ച എന്നെ സംബന്ധിച്ച് ഞാൻ അതിൽ തന്നെ ഒന്നുകൂടെ പണ്ടത്തേനേക്കാൾ എഫേർട്ട് ഇട്ട് നിന്നു കുറച്ചുകൂടി കാര്യങ്ങളിലേക്കൊന്ന് ഇൻവോൾവ് ആയി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു സിനിമ അടക്കം നമ്മളിലേക്ക് എത്തിയെന്ന് വിശ്വസിക്കുന്നത്. ജീവിതത്തിലൊരു ഡൗൺ വരുമ്പോൾ അത് ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? കരിയറിൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ മതി, ലൈഫിലൊരു ഡൗൺ വരുമ്പോഴോ? ലൈഫിലെ ഡൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതിലാണ് ഡൗൺ. ഇപ്പോൾ താങ്കളോട് ഇപ്പോൾ പേഴ്സണലി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഡൗൺഫാൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പം ഫിനാൻഷ്യലി കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ബന്ധങ്ങൾ വിട്ടുപോകുന്നതായിരിക്കാം. അപ്പം ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഈ ഡൗൺഫാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പേഴ്സണലി ഞാൻ എൻ്റെ ലൈഫിലെ ഡൗൺഫാൾ അല്ലെങ്കിൽ ലൈഫിലെ തകർച്ചകൾ ഞാൻ വിശ്വസിക്കുന്നത് നല്ല ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് പോകുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അതിനൊരു ഉത്തരവെന്ന് പറയാനില്ല. അത് എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ഇഷ്യൂ, അത് പേഴ്സണൽ അല്ലെങ്കിൽ ഒരു പേഴ്സൺ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ നമുക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ ഭാഗത്തെ ന്യായത്തെ പറ്റി സംസാരിക്കും. നമ്മൾ തന്നെയായിരിക്കും ന്യായമുള്ള ആൾ. പക്ഷെ അത് മാറ്റി ചിന്തിച്ച് തുടങ്ങിയപ്പോൾ തൊട്ടാണ് എൻ്റെ കൂടെ ആളുകൾ കുറച്ചെങ്കിലും നിൽക്കാൻ തുടങ്ങിയത്. കാരണം അനാവശ്യമായ കുറച്ച് പിടിവാശികളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു നമ്മൾ. അപ്പം നമ്മളിൽ നിന്നും ആരെങ്കിലുമൊക്കെ പോയിട്ടുള്ളതൊക്കെ നമ്മുടെ കൂടെ കുറച്ച് കുഴപ്പം കൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു മൊമെന്റ് തൊട്ടാണ് കുറച്ചെങ്കിലും ആൾക്കാരുമായിട്ട് ഇപ്പോൾ ഒക്കെ ആയിട്ട് പോകുന്നത്. ഈ തെറ്റ് നമ്മളുടെ ഭാഗത്തും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ്, അത് ആ റിയലൈസേഷൻ വരാനുള്ള റീസൺ എന്താണ്? നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സെയിം ഇൻസിഡൻറ്റുകൾ റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഒരേ ഇൻസിഡൻറ്റുകൾ പല ആളുകൾ റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചു പോകും. ഒരേ കാരണം കൊണ്ട് പല ആളുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് പോകുമ്പോൾ ഇവരെല്ലാം പോകുമ്പോൾ പറയുന്നത് കാരണങ്ങൾ സെയിമാണ്. അങ്ങനെ നോക്കുമ്പോൾ അത് കുറച്ച് റിപ്പീറ്റഡ് ആകുമ്പോൾ നമ്മുടെ ഭാഗത്ത് തന്നെയാണ് അത് പ്രശ്നം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ തന്നെയാണ് പിന്നെ അത് റിയലൈസ് ചെയ്തത്. ഈ റിയലൈസേഷൻ പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വരുന്ന മറ്റൊരു സ്റ്റേജ് ഉണ്ട്. നമുക്ക് ഈ നമ്മൾ കുമ്പസാരിക്കപ്പെടുക എന്ന് പറയുന്ന ആ ഒരു വേർഡ് കറക്റ്റാണെന്ന് അറിയില്ല. നമ്മളിൽ നിന്ന് വിട്ടുപോയ ആളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുക, എൻ്റെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക്, നീ ആയിരുന്നു ശരി എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഏത് പ്രണയമോ അല്ലെങ്കിൽ സൗഹൃദമോ എന്തിലും ആയിക്കൊള്ളട്ടെ, പിരിഞ്ഞു പോയ ഒരാളുടെ അടുത്ത് അത് പോയി ഏറ്റു പറയുക, ഇത് അന്ന് എൻ്റെ തെറ്റായിരുന്നു, ഞാൻ റിയലൈസ് ചെയ്യുന്നു എന്ന്, അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ടില്ലേ ഇപ്പോൾ പിരിഞ്ഞു പോയവരെ? ലൈഫിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വിട്ടുപോയതിൽ വിഷമിക്കുന്ന ഒരാളുണ്ട്. അതിൽ ഇപ്പോൾ ചോദിച്ച പോലെ ഞാൻ തിരിച്ച് അവിടെ ചെന്ന് അപ്പോളജി ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പലവട്ടം ചെയ്തിട്ടുണ്ട്. അത് പല ആൾക്കാരുടെ അടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലരുടെ മൈൻഡിൽ ചിലരൊരു ഡിസിഷൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ചിലപ്പോൾ അത് എത്ര വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ മാറണമെന്നില്ല. അത് നമ്മൾ അപ്പോളജി പറഞ്ഞാലോ അല്ലെങ്കിൽ കാല് പിടിച്ചാലോ ക്ഷമിച്ചാലോ ചിലർ ഒരു ഡിസിഷൻ വെച്ച് കഴിഞ്ഞാൽ ആ ഡിസിഷനിൽ നിന്ന് അത് മാറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവിടെ നമുക്ക് ആകെ കിട്ടുന്ന ഒരു ആശ്വാസം നമ്മൾ പോയി ക്ഷമ പറഞ്ഞു എന്നൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. പിരിഞ്ഞു പോയൊരു പ്രണയം തിരിച്ച് വരാൻ വേണ്ടിയൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? തിരിച്ച് വരാൻ വേണ്ടി ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ അത് വീണ്ടും എൻ്റെ കൂടൊപ്പം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പം നമ്മൾ ഈ മിസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കൂടൊപ്പം ഇപ്പം ആളില്ല, പക്ഷേ വേണം എന്ന് ആഗ്രഹിക്കുന്നതിനാണ് ഈ മിസ്സിങ് എന്ന് പറയും. പക്ഷേ ആ ആളിപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ആളുടെ സക്സസ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അയാളുടെ ലൈഫിൽ സക്സസ് ആവുന്നത്, സന്തോഷിക്കുന്നത്, ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ എൻ്റെ കൂടെ ഇപ്പോൾ വേണ്ട എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിൽ
ഒരാൾ എൻ്റെ ലൈഫിലേക്ക്, എസ്പെഷ്യലി അയാൾ എൻ്റെ ലൈഫിലേക്ക് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇനി ലൈഫിൽ എന്ത് സംഭവിച്ചാലും, അയാൾക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്താലും എന്ത് സംഭവിച്ചാലും, ഒരു പക്ഷേ ഇനിയിപ്പോൾ ഫിസിക്കലി അയാൾ നാളെ ബെഡ്റിഡനായിട്ട് കിടന്നാലും അല്ലെങ്കിൽ തളർന്നു പോയാലും എന്ത് സംഭവിച്ചാലും ഞാൻ ഉണ്ടാവും. ഈ ലൈഫ് ഞാൻ ജീവിച്ച് തീർക്കാൻ പോകുന്ന അയാളുടെ കൂടാണ് എന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കും നമ്മൾ ലൈഫിലേക്ക് വിളിക്കുക. പക്ഷേ എനിക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് പോയ ഒരു സമയത്ത് എനിക്ക് പിന്നീട് അത് മനസ്സിലായ ഒരു കാര്യം, നേരെ തിരിച്ച് എൻ്റെ ലൈഫിലാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നതെങ്കിൽ അയാൾ എൻ്റെ കൂടെ ഉണ്ടായേക്കില്ല. എനിക്ക് വളരെ ക്ലാരിറ്റി ആയിട്ട് മനസ്സിലായൊരു പോയിന്റ് ഉണ്ട്. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്തോളം അയാൾ പറയുന്നത് ഞാൻ ആഗ്രഹിച്ച ഈ ഒരു ലൈഫൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു ഇതല്ല, ഞാൻ വിചാരിച്ച പോലുള്ള ലൈഫ് എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അയാൾ എന്നെ വിട്ടിട്ട് പോയേനെ. പക്ഷേ ഞാൻ അയാളുടെ സക്സസ്സിന് വേണ്ടിയിട്ട് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അതാണ് എൻ്റെ സ്നേഹം. ഇപ്പോൾ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് അയാളുടെ സ്വപ്നം എൻ്റെ സ്വപ്നമാണ്. വെൻ ബ്രേക്കപ്പ് പറഞ്ഞാൽ നാളെ തൊട്ട് നീ ആരോ, നിൻ്റെ സ്വപ്നം എനിക്കൊന്നുമല്ല എന്ന് പറയുന്നതിനോട് എനിക്കറിയില്ല. അത് എത്രത്തോളം അതൊരു ഇമോഷണൽ ബിസിനസ്സായി പോകും. അപ്പോൾ അതിന് അയാൾ എത്ര ദൂരെ പോയാലും അയാളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അയാളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. അയാളുടെ സ്വപ്നങ്ങൾ എൻ്റെ സ്വപ്നങ്ങളാണ് ഇപ്പോഴും. സോ അയാളുടെ സക്സസ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അയാൾ എൻ്റെ ലൈഫിൽ ഇനി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഇല്ല, അത് അദ്ദേഹത്തിൻ്റെയും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതേ നന്മ ഉള്ള ഒരു മനസ്സ് അവിടുന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്? അറിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മൾ കുറേ പുറകെ നടന്നും അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് റിയലൈസ് ചെയ്ത് നമ്മൾ പോയിട്ടും അത് മനസ്സിലാക്കാനുള്ള സ്പേസ് ഇല്ലെങ്കിലേ അവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി ഓവർകം ആവാൻ പറ്റുന്നില്ലല്ലേ? ഡെഫിനറ്റ്ലി നമുക്കൊരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹീലായാലും ചെറിയ അതിൻ്റെ മാർക്സ് ഒക്കെ അവിടെ ഉണ്ടാവുമല്ലോ. പിന്നെ ഈ മൂവ് ഓൺ ആവുക എന്ന് പറയുന്ന സംഭവം പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാം. മൂവ് ഓൺ ആകുക എന്നുള്ളൊരു സംഭവം നമുക്ക് പറ്റാത്തത്, നമ്മളെക്കാൾ കൂടുതൽ അവർ നമ്മളെ എപ്പോഴൊക്കെയോ സ്നേഹിച്ചിരുന്നു എന്നൊരു തോട്ട് നമുക്ക് ഇട്ട് തന്നിട്ടായിരിക്കും ഇവർ പോകുന്നത്. അതാണ് നമ്മളെ കൊണ്ട് ഈ മൂവ് ഓൺ ആവാൻ സമ്മതിക്കാത്തത്. നമ്മളെക്കാൾ സ്നേഹിച്ചിരുന്നു അവർ, ആ സ്നേഹം, അങ്ങനെ ഒരു തോട്ട്. പക്ഷെ ആ തോട്ട് നമുക്ക് അങ്ങനൊന്നും അല്ല. അത് എന്താ പറയുക, ചിലർ നമ്മളെ സ്നേഹിക്കുന്നത് തിരിച്ച് അതേപോലെയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് അവർ തന്നെ എപ്പോഴെങ്കിലും നമ്മളെ മനസ്സിലാക്കിപ്പിക്കും. ആ പോയിന്റിൽ പിന്നെ അത് മൂവ് ഓൺ സുഖമാണ്. പക്ഷേ അങ്ങനെ ഈ മൂവ് ഓൺ ആയെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും മനസ്സിൽ കൊണ്ടുനടന്ന ഒരാളുടെ ആ ഒരു വാക്വമുണ്ടല്ലോ, അത് അവിടെ തന്നെ ഉണ്ടാവും. അത് എപ്പോഴാ പോവാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുണ്ടാവും, അത് അവിടെ തന്നെ ഉണ്ടാവും. അതിനുശേഷം ഒരു പ്രണയമൊന്നും അങ്ങനെ ചിന്തകളോ അങ്ങനെയൊന്നും എന്താണ്? ഇല്ല, ഇനി അങ്ങനെ ഒരു സംഭവത്തെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ല. കാരണം നമ്മൾ ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഇനിയുള്ള ഫ്യൂച്ചർ ഫുള്ള് അതിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ നല്ല കാര്യങ്ങളിലും അയാളെ വെച്ച് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ, ഇപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളുടെ പേര് പറയുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും സക്സസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യമാണ്, ഈ നമ്മുടെ ഒരു സിനിമ ഇറങ്ങുമ്പോഴാണെങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്ന് കാണുന്നതാണെങ്കിലും അതിൻ്റെ പ്രൊമോഷൻ വർക്ക്സ് ആണ്, വാട്ടെവർ, എല്ലാത്തിലും ഇനി അങ്ങോട്ട് ഫുൾ ഉണ്ടാകും എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ച് ഒരാളെ വെച്ച് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് പെട്ടെന്ന് നമുക്ക് അതിനി മറ്റൊരാളെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ തെറ്റുകൾ എൻ്റേതും കൂടിയായിരുന്നു സമ്മതിക്കുന്നത് വലിയ മനസ്സാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചൊരു എന്താണ് വളരെ സീരിയസ് ആയിട്ട് പോയി തോന്നുന്നു. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ യൂട്യൂബിൽ കൂടെ റവന്യൂ കിട്ടിയാണ് നമ്മളൊക്കെ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പം യൂട്യൂബ് അനുദിനം അതിൻ്റെ പോളിസീസ് മാറ്റുന്നു, അല്ലെങ്കിൽ FB അതിൻ്റെ റവന്യൂ കുറയ്ക്കുന്നു, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു യൂട്യൂബ് കണ്ടന്റ് ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബ് റവന്യൂ കൊണ്ട് മാത്രം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുടെ ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരുടെ ഒരു ഭാവി എന്തായിരിക്കും? യൂട്യൂബ് തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷൻ ഉണ്ടോ മുന്നോട്ട് അങ്ങോട്ടായി? ഇപ്പം കാർത്തിക് സിനിമയിൽ കയറി, ഓഫ് കോഴ്സ് നമ്മൾ സിനിമയിൽ സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോട്ടെ എന്ന് വെക്കാം. ഇനി അതാവുന്നില്ല, കാർത്തിക്കിന് ഇപ്പോൾ ശോഭിക്കാൻ പറ്റുന്നത് കൂടുതൽ യൂട്യൂബിൽ തന്നെയാണ്, ചാനലിൽ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ടൊരു ഭാവി എന്തായിരിക്കും യൂട്യൂബ്, അല്ലെങ്കിൽ ഒരുപാട് മൊത്തം ഓവറോൾ യൂട്യൂബേഴ്സ് ഉണ്ട്? ആസ് യു സൈഡ്, ഇപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ യൂട്യൂബിനെ കണ്ടതെല്ലാം നമ്മൾ സിനിമയിലേക്കുള്ളൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു യൂട്യൂബിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഫേസ്ബുക്കിൽ പണ്ടത്തെ അത്ര റവന്യൂ ഇല്ല, അത് നമ്മൾ ഒക്കെ പറയേണ്ട കാര്യമെന്നാണ്. നേരത്തെ ഒരു 10 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 രൂപ പോലും കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. യൂട്യൂബിലും അങ്ങനത്തെ ഒരു സ്ഥിതിയായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു OTT പ്ലാറ്റ്ഫോം പോലെ യൂട്യൂബ് മാറിയേക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ
അപ്പോഴും ഈ ഒറിജിനൽ കണ്ടന്റ് ചെയ്യുന്ന ആളുകൾക്ക് യൂട്യൂബിൽ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും തന്നെയാണ്, വളർച്ച ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഈ റിയാക്ഷൻ വീഡിയോസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടന്റുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആയാലും വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഒറിജിനൽ കണ്ടന്റ്സ് ചെയ്യുന്നവർക്ക് വീണ്ടും സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വത്സല ക്ലബ്ബ്, ഞാൻ വത്സല ക്ലബിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ട്രെയിലർ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ ഇന്റർവ്യൂ പബ്ലിഷ് ആകുമ്പോൾ അത് ഇറങ്ങിയിട്ടുണ്ടാവും. എനിക്ക് രസകരമായിട്ട് തോന്നിയത് നിങ്ങൾ എല്ലാവരും, അതായത് ഇപ്പം അഖിൽ കവലിയൂരും കാർത്തിക്കും കൂടി ക്രൂവിനെ പുച്ഛിച്ചിട്ടൊരു സാധനം ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വന്നിട്ട് ആരുടെ കൺസെപ്റ്റ് ആയിരുന്നു? അഖിലിന്റെ ആയിരുന്നോ കാർത്തിക്കിന്റെ ആയിരുന്നോ? ഞങ്ങൾ എല്ലാവരോടും ഇരുന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഞങ്ങൾ എല്ലാവരോടും ഇരുന്ന് നമുക്കൊരു സംഭവം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലാണ് ഒരു കാര്യം പറയും, അപ്പോൾ ഞാൻ എൻ്റെ കൗണ്ടർ പറയും, അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഒരു സംഭവം സെറ്റ് ചെയ്തതാണ്. അത് ഷൂട്ടിനിടയ്ക്ക് ചെയ്ത് വെച്ചതാണ്. ഷൂട്ടിനിടയ്ക്ക് ഷൂട്ട് പ്രോപ്പർ ക്ലൈമാക്സ് ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ചെയ്തത്. അതെ അതെ അതെ. ഓക്കെ, എന്താണ് വത്സല ക്ലബ്ബ് എന്ന് പറയുന്നത്? കഥ പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ നടക്കുന്നതാണോ, അതൊരു 2090 നടക്കുന്നതാണോ? എന്താണ് അതിന്റെ ഒരു കഥാ പശ്ചാത്തലം? അത് അതിന്റെ എന്താ പറയാ, മൊത്തത്തിലുള്ള ഒരു ജിയോഗ്രഫിക്കൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് അറ്റ്മോസ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന ഒരു കഥയായിട്ട് തന്നെയാണ്. പക്ഷേ അതിൽ ഒരു സാങ്കല്പിക ഗ്രാമമാണത്. ആ ഗ്രാമത്തിലെ സംഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. കല്യാണം മുടക്കുന്നത് അവിടെ ഒരു ചടങ്ങോ അല്ലെങ്കിൽ ഒരു മത്സരമായിട്ട് ആണ്. ഈ മത്സരത്തിന് അവിടെ അവരൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കുന്ന ആളിന് ഫാന്റസി ടൈപ്പ്. അത് തന്നെ ഒരു ഫാന്റസി ഗ്രാമമാണത്. അത് നമ്മുടെ അങ്ങനത്തെ ഒരു ജോണറിൽ പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ അവാർഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കല്യാണം മുടക്കുന്നത് ഒരു വിനോദമായിട്ട് നടക്കുന്ന ഒരു ടീം. പക്ഷേ എന്നാൽ ഒരു കല്യാണം നടത്തി കാണിക്കണമെന്ന് നിൽക്കുന്ന വത്സല ക്ലബിൻ്റെ അംഗങ്ങൾ ഒരു ടീം. അങ്ങനെയാണ് ഒരു ഗ്രാമം മുഴുവൻ ഈ വത്സല ക്ലബിനെതിരാണ്. ഒരു ഗ്രാമം മുഴുവൻ ആഘോഷിക്കുന്ന ചടങ്ങാണ് അവിടെ ഈ ഒരു കല്യാണം മുടക്കൽ. അപ്പോൾ അങ്ങനെ ഉള്ള എസ്പെഷ്യലി അതിന് കുറച്ചുകൂടെ പ്രത്യേകത എടുത്തു പറയാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ചൊവ്വ വേണു എന്നാണ്. ചൊവ്വ വീണു. അപ്പോൾ ചൊവ്വ ദോഷമുണ്ട്, കല്യാണം നോർമലി നടക്കാൻ സാധ്യതയില്ല. എൻ്റെ അച്ഛനാണ് ഓപ്പോസിറ്റ് ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കിയതിന് ദണ്ടൊക്കെ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വന്തം മകൻ്റെ അടക്കം മുടക്കാനായിട്ട് പുള്ളി ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു റൈവലറി പരിപാടിയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഒട്ടും നടക്കാൻ സാധ്യതയില്ലാത്തൊരു സാങ്കല്പിക സ്റ്റോറി എന്ന് നമുക്ക് പറയാം. ഇങ്ങനത്തെ ഒരു ഫാന്റസി എലമെന്റ്, ഫാന്റസി എന്ന് പറയാൻ പറ്റുമെന്ന് അറിയാൻ, പക്ഷെ ഇങ്ങനെ ഒരു അങ്ങങ്ങാണ്ട് ഒരു നാടുണ്ടായിരുന്നു, ആ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ബാലർമക്കഥ പോലുള്ള വളരെ നേരത്തെ ഒരു കഥാലൈനാണ്. ഇങ്ങനെ ഒരു കഥാലൈൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ നടക്കുന്നതാണോ, ഇത് വർക്ക്ഔട്ട് ആവും, അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു? ശരിക്കും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു? ഇല്ല, ഇപ്പം അവർക്ക് ഇപ്പം എനിക്ക് കഥ കേട്ടപ്പോഴും എനിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തോന്നിയില്ല. കാരണം പ്രത്യേകിച്ച് ഇത് മലയാളത്തിലായതുകൊണ്ട് തന്നെ നമുക്കിവിടെ അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. ഇപ്പം കുഞ്ഞിരാമായണം എടുത്തു കഴിഞ്ഞാൽ സൽസാഷാവും സൽസമുക്ക് അങ്ങനത്തെ ഒരു സംഭവം വരുന്നത് വെച്ചാൽ അപ്പം അത് എന്തുകൊണ്ടാണ് നമുക്കതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഡൗട്ടൊന്നും ആസ് ആൻ ആക്ടർ എനിക്ക് തോന്നിയിട്ടില്ല. അവർക്കും അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല, ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. ചില ലൈഫിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കി എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ അതങ്ങനെ ആയിരുന്നില്ല വേണ്ടതെന്ന് തോന്നുന്ന ഒരു ടൈം ചിലപ്പോൾ നമുക്ക് വരും. അതങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്. അങ്ങനത്തെ സമയങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഇപ്പം അങ്ങനെ അത് കുറച്ചുകൂടി ബെറ്റർ ആക്കിയാൽ വേറെ മറ്റെന്തൊക്കെ എൻ്റെ ആ ഒരു തീരുമാനം കുറച്ച് ബെറ്റർ ആയിരുന്നെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വേറെ രീതിയിൽ സംഭവിച്ചേനെ. അങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് ചിന്തിക്കാനേ പറ്റൂ. പക്ഷേ അത് മാറ്റിയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മളുടെ ഒരു ശുഭപ്രതീക്ഷ മാത്രമാണ്. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് പെട്ടെന്ന് പറയാനാണെങ്കിൽ, ഞാൻ തെലുങ്കിൽ പോയി ഒരു പടം ചെയ്തത്, ഞാൻ കുറച്ച് മുമ്പേ മെൻഷൻ ചെയ്ത പോലെ അത്രയും പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ പോയി തെലുങ്കിൽ പോയി പടം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ കുറച്ചുകൂടി ഇങ്ങനെ നമ്മുടെ പ്രതീക്ഷ മാത്രമാണ്. അന്നേരം എന്താണെന്ന് നമുക്ക് സംഭവിക്കാൻ പോകുക അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര നമുക്ക് അറിയില്ല. അത് ചില ഒരു ഫിക്ഷണൽ സ്റ്റോറി പോലെയാണ്. ഇപ്പോൾ ഇതിന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക, ചിലപ്പോൾ ഇതിലും വലുതായിരിക്കും ചിലപ്പോൾ ഇപ്പുറത്തിരിക്കുന്നത്, നമുക്കത് പറയാൻ പറ്റില്ല. അപ്പം ലൈഫിൽ നമ്മുടെ മുമ്പിൽ വരുന്നതെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു എന്ന് എനിക്ക് അതോടെയാണ് അത് മനസ്സിലായത്. അങ്ങനത്തെ കാരണം ഞാൻ അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, അത് കുറേ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ ഒരു സ്പിരിച്വൽ ഗുരു ഉണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പോയില്ലായിരുന്നെങ്കിൽ ഇവിടെ അതിലും വലുതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോസിറ്റീവ് ആയിരിക്കാം നമ്മുടെ തോട്ട് മാത്രമാണ്. അല്ലാണ്ട് സംഭവിക്കാം, അതിനേക്കാൾ വേഴ്സ്റ്റും ആവാം. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ മുൻപിൽ വരുന്ന കാര്യങ്ങളെ നമ്മളത് ഹാൻഡിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിനേക്കാൾ അല്ലെങ്കിൽ അത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആയേനെ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഈ സ്പിരിച്വൽ ഗുരു എന്ന് പറഞ്ഞു കഴിയുമ്പം അതൊന്നൊരു എക്സ്പ്ലെയിൻ ചെയ്യണം.
സ്പിരിച്വൽ ഗുരു എന്ന് പറയുമ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടേ ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അതിലോട്ടൊക്കെ താല്പര്യം തോന്നിയിരുന്നു. എൻ്റെ ചില ഡൗട്ട്സ് ഒക്കെ ഇപ്പോൾ എസ്പെഷ്യലി എൻ്റെ വല്യച്ഛൻ സ്പിരിച്വാലിറ്റി ആയിട്ടൊക്കെ ഇച്ചിരി ബന്ധമുള്ള ആളാണ്. അദ്ദേഹം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അദ്ദേഹം തീർച്ചയായിട്ടും ഈ സ്പിരിച്വൽ ഇതിൽ തന്നെ നിൽക്കണം എന്നുള്ള ആത്മീയതയിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ഞാനായാലും അദ്ദേഹത്തിനോട് നമ്മൾ മുമ്പേ ചില ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക, നമ്മുടെ ചില തോട്ട്സ്. അപ്പോൾ അതൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ഇതിലോട്ടൊരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നത്. സ്പിരിച്വാലിറ്റി എന്താണ്, അപ്പോൾ അതിലേക്ക് എന്തിനാണ് പോകേണ്ടത്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഉള്ളിൽ കുറച്ച് തോട്ട്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ഭയങ്കരമായി റിസർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അതിലേക്ക് ഭയങ്കരമായി നമ്മുടെ ആഗ്രഹം പോകുമ്പോൾ അതിന് വേണ്ട ആളുകളെ നമുക്ക് മുമ്പിൽ കൊണ്ടുതരുന്ന പോലെ അതിൽ നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് കുറച്ച് ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സംശയമായിരുന്നു, ഇപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോ ദിവസവും ഹാപ്പി ആയിട്ട് സർവൈവ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾക്ക് എന്തൊക്കെയോ നമുക്ക് നേടാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. അത് നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ഇപ്പം നമുക്ക് നേടാൻ പറ്റിയിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും ഒക്കെ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ തോന്നുന്നത്. നമ്മൾ ആ തോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചതെല്ലാം നമ്മൾ നേടിയെന്നിരിക്കട്ടെ, എക്സൈറ്റ്മെന്റ് ഇല്ല. പിന്നെ അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടൊരു അടുത്ത നാളെ എന്താണെന്ന് അറിയാത്തത് കൊണ്ടും നാളെ എന്തൊക്കെയോ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ള തോന്നൽ കൊണ്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് വൈബ്രൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ ഇദ്ദേഹത്തോട് ചോദിച്ചത് ഇതാണ്, ഈ സ്പിരിച്വൽ ഗുരു അല്ല അദ്ദേഹവും എൻ്റെ ഒരു സ്പിരിച്വൽ ഗുരുവാണ്. അദ്ദേഹം എൻ്റെ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നൊരു ഗുരു തന്നെയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു ചോദ്യം, ആദ്യമായിട്ട് ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്. ഇപ്പോൾ പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും ഇങ്ങനെയൊക്കെ ഒരു സ്വപ്നങ്ങളുണ്ട്. ഇതിൽ നമ്മൾ വിചാരിക്കുന്ന ഹൈറ്റിൽ എത്തിയെന്ന് വെക്കുക, നമ്മൾ വിചാരിക്കുന്ന ഒരു ഹൈറ്റിൽ എത്തി എന്ന് വിചാരിക്കുക. ഇത് കഴിഞ്ഞെന്താണ്? ഇപ്പോൾ എനിക്ക് കുറേ പണം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കുറേ പണം സമ്പാദിച്ചു, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആൾമോസ്റ്റ് ഓക്കെയാണ്, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ഇത്ര കോടി രൂപയാണ് എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഇത്രയും കിട്ടി. ഇതിന് ശേഷം എന്താണ്? ഈ ശേഷം എന്താണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള കുറേ തോട്ട്സൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ള കുറേ ഗുരുക്കന്മാരെ പരിചയപ്പെടാനും അവരുടെ സ്പിരിച്വൽ തോട്ട്സിൽ അല്ലെങ്കിൽ എനിക്കുള്ള ഉത്തരങ്ങൾ കിട്ടി. അങ്ങനെയാണ് ഞാനിങ്ങനെ ആ സ്പിരിച്വൽ ഗുരു എന്ന് മെൻഷൻ ചെയ്യാൻ കാര്യം അതാണ്. അതാരാണെന്ന് പറയാൻ പേഴ്സണൽ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, അദ്ദേഹത്തിനെ എങ്ങനെയാണ് സ്പിരിച്വൽ ഗുരു ആക്കിയത്? എന്താണ് അതിൻ്റെ ആ ഒരു എന്ത് ക്വാളിറ്റി ആയിരിക്കും? ഒരു പക്ഷേ ഒരാളെ ഇദ്ദേഹമാണ് എൻ്റെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെയാണ് ഒരു പക്ഷേ ഞാൻ ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെ ഡിസിഷൻ എടുക്കാനുള്ള റീസൺ? അതായത് കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലെ ചില ഡൗട്ട്സിനെ നമുക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ ഉത്തരം തരാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്കൂടെ സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ ഒരുപാട് പേർക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റും. പക്ഷേ ഡൗട്ടിൻ്റെ ഒരു എലമെൻറ്റ് നമ്മുടെ മനസ്സിൽ കിടക്കാതെ പിന്നീട് ഒരു ചോദ്യം കൂടെ ചോദിക്കേണ്ടി വരില്ല. ഇപ്പം ഞാൻ താങ്കളോട് ഒരു ഡൗട്ട് ചോദിക്കുന്നു, ആ ഡൗട്ടിൽ താങ്കൾക്കൊരു ഉത്തരം കാണും. പക്ഷേ ഈ ഉത്തരം കിട്ടി എന്ന് പറഞ്ഞ് പോകുമ്പോഴും അത് പക്ഷേ അങ്ങനെ ആയാലും ഇങ്ങനെ 10 ചോദ്യം നമുക്ക് പിന്നെയും തോന്നരുത്. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നത്, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആരും നമ്മുടെ ഗുരുവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഇതിൽ തന്നെയാണ്. അങ്ങനെ എനിക്ക് ഒരു ഗുരു മാത്രമല്ല, സ്പിരിച്വൽ ഇതിൽ മൾട്ടിപ്പിൾ എനിക്ക് ഗുരുസ് ഉണ്ട്, ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കാർത്തിക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ കാർത്തികിൻ്റെ ഒരു ഉള്ളിൽ വരുന്ന സംശയം ചോദിക്കുന്നു. ഒരാൾ ഇപ്പം ഒരു ഗുരുവായിട്ട് കാണുന്ന, ഇപ്പം അത്രയും നോളജ് ഉള്ള ഒരു വ്യക്തി അതിന് ഉത്തരം തരുന്നു. കാർത്തിക് അത് കാർത്തികിന്റെ ഉത്തരം ഓക്കെ, ഞാൻ ചോദിച്ചതിന് ഈ കൃത്യമായ ഉത്തരം കിട്ടി, ഇതാണ് ശരി എന്ന് കാർത്തികന് മനസ്സിലാവുന്നു. അപ്പോഴും അതായിരിക്കും ശരി, അത് അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ? ഇതേ ചോദ്യം മറ്റൊരാളുടെ അടുത്ത് വെച്ചാൽ മറ്റൊരു വെർഷൻ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതെങ്ങനെ ജഡ്ജ് ചെയ്യും? ഇദ്ദേഹം പറഞ്ഞാണ് ശരി. ഈ നമ്മളിപ്പോൾ ഒരു കാര്യം, ഈ സ്പിരിച്വാലിറ്റിയിലുള്ള ഒരു കാര്യം എപ്പോഴും നമ്മൾ പ്രവർത്തിച്ചാണ് മനസ്സിലാക്കേണ്ടത്. പല കാര്യങ്ങളും നമ്മൾ പ്രവർത്തിച്ച് നമുക്ക് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു സാധനയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മെഡിറ്റേഷനെ കുറിച്ചൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുരു നമുക്കൊരു കാര്യം പറഞ്ഞു തന്ന് അത് പ്രവർത്തിച്ച് നോക്കി നമുക്കതിൽ സംതൃപ്തി കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അത് ശരിയായ വഴിയല്ലെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഉത്തരം പറഞ്ഞു, എനിക്കത് ശരിയെന്ന് തോന്നി, അതുകൊണ്ട് ശരിയാവണമെന്നില്ല. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ വരുമ്പോൾ നമുക്ക് ശരിയാണെന്ന് പറയാമല്ലോ. ഒരു ഉത്തരം തരുന്നത് ആ ഉത്തരത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ അതിനൊരു മറുപടി കറക്റ്റാണെന്ന് തോന്നിപ്പിക്കുന്ന പല ഇൻസിഡൻറ്റുകളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് ഇദ്ദേഹത്തിൻ്റെ പാത്ത് നമുക്ക് ഓക്കെയാണ് തോന്നി. വായിക്കുന്ന ശീലമൊക്കെയുള്ളതാണോ? കുറവാണ്, പക്ഷെ എന്നാലും വായിക്കാറുണ്ട്. കുറവാണ്, അങ്ങനെ റെഗുലർ പുസ്തകപ്പുഴൊന്നുമല്ല. പെട്ടെന്നൊരു ബുക്കിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. എനിക്ക് വളരെ സ്വാധീനിച്ചൊരു ബുക്കാണ്. എത്ര തവണ വായിച്ചിട്ടുണ്ട്? ഞാനത് കംപ്ലീറ്റ് ഒറ്റ
ഒറ്റ സ്ട്രെച്ചിന് ഒരു തവണയാണ് ഞാൻ വായിച്ചത്. പക്ഷേ പിന്നീട് അതിനകത്തിലെ പല ഏരിയാസ് ഉണ്ടല്ലോ, അത് പലപ്പോഴും നമ്മുടെ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും റെഫർ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അതായാലും പിന്നെ ഒരു യോഗിയുടെ ആത്മകഥ എന്നൊക്കെ പറഞ്ഞത് ഞാൻ കൂടുതലും സ്പിരിച്വൽ ബുക്സാണ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത്. ഈ ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയാണ് ശരിക്കും? അങ്ങനെ കൃത്യമായൊരു ചിട്ട ഫോളോ ചെയ്യും? ഞാൻ സാധനയിൽ മാത്രമാണ് ഞാൻ ചിട്ട കൊണ്ടുവരാറുള്ളത്. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ഈ ഇത്തരത്തിലുള്ള കുറച്ച് സാധനമുണ്ട്, സ്പിരിച്വൽ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു ടൈമിങ് കറക്റ്റായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അതിങ്ങനെ ഇന്ന ഉള്ളിലാവണം എന്നുള്ള ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ബാക്കിയൊന്നും ഞാൻ അങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്യുന്നൊരു വ്യക്തിത്വമല്ല. ബാക്കി എൻ്റെ പിന്നെ ആകെ എനിക്ക് കറക്റ്റ് ടൈമിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അതിൽ എത്ര തുടങ്ങണോ അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ എൻ്റെ ലൈഫിൻ്റെ ചില ടൈമിങ്ങും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിനുള്ള അങ്ങനത്തെ ഉള്ള നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ചിലർ അങ്ങനെ പ്ലാൻ ചെയ്യുമല്ലോ. നമുക്ക് വീട്ടുകാരോട് സ്പെൻഡ് ചെയ്യാൻ ഇത്ര, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കൂടെ ഇങ്ങനെ ഇത് ചെയ്യുന്നൊക്കെ, അങ്ങനെയുള്ള പ്ലാനിങ്ങുകളൊന്നും എനിക്ക് വളരെ വീക്കാണ്. അത് ദാറ്റ്സ് നോട്ട് എ ഗുഡ് ക്വാളിറ്റി, ബട്ട് വീക്കാണ്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അതായത് കൃത്യമായി എത്ര വർഷം, ഐ മീൻ നമുക്കൊരു തിരിച്ചറിവാകുന്ന കാലം തൊട്ടേ ആ ഒരു സ്പിരിച്വൽ ലെവലിലൊക്കെ താല്പര്യം തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അല്ലേ? അതെ തീർച്ചയായിട്ടും. ചെറുപ്പം തൊട്ടേ അങ്ങനെ ഒരു ഞാൻ ചെറുപ്പത്തിൽ തൊട്ടേ ആരും പറയാതൊക്കെയാണ് ഞാൻ പല കാര്യങ്ങളും എന്താ പറയുക എനിക്ക് ചെയ്യണമെന്നും എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെന്നും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വെജിറ്റേറിയനാണ്. അപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആവണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള തോട്ടിലോട്ടൊക്കെ എനിക്ക് അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നത് ആരും പ്രത്യേകിച്ച് പറഞ്ഞു തന്ന അങ്ങനെയല്ല. അപ്പോൾ ചെറുപ്പം തൊട്ടേ അങ്ങനെയൊക്കെ സ്വമേധയാ നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ പല കാര്യങ്ങളും എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പാത്തിലേക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ എനിക്ക് സ്വമേധയാ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുപ്പം തൊട്ടേ അങ്ങനെയുള്ള തോട്ട്സ് വന്നിട്ടുണ്ട്. യാത്ര പോകാൻ ആഗ്രഹമുള്ള സ്ഥലം പറഞ്ഞാൽ ഏതായിരിക്കും? എനിക്ക് ഏറ്റവും കൂടുതൽ വളരെ പീസ്ഫുള്ളായിട്ട് പോയിരിക്കാൻ പറ്റുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പോയിട്ട് വരുന്നതൊക്കെ പഴനിയൊക്കെയാണ്. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരുന്നത്. എനിക്ക് അവിടെ പോയി ഞാൻ പ്രതീക്ഷിച്ചു ഏതെങ്കിലും ഒരു ഹരിദ്വാർ കാശ് ആ ഒരു മൂഡായിരിക്കും പറയുന്നത്. എനിക്ക് 100% ഉറപ്പായിരുന്നു. ഞാൻ ഇവിടെ പറയാൻ കാര്യം എന്ന് അറിയാം, നമ്മളിപ്പോൾ ഹരിദ്വാർ, കാശി, രാമേശ്വരം അങ്ങനെയൊക്കെയുള്ള ഇതായാലും നമുക്കൊരു ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന സ്പേസ് അല്ല അതൊക്കെ. പക്ഷെ ഇതിപ്പോൾ നമുക്കൊരു ഡൗൺ ഇത് തോന്നിയാലും പെട്ടെന്ന് പോയി നമുക്ക് വൈകുന്നേരത്തെ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. 4 മണിക്കൂർ യാത്ര, 4 മണിക്കൂർ ഇങ്ങോട്ട് പോയിട്ട് വരാൻ പറ്റുന്ന സ്പേസ് ആണ്. ഈ ഭാവിയിൽ അപ്പം ഒരു ബുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ബുക്ക് എഴുതുകയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഐ മീൻ ഈ ഒരു തോട്ട് പ്രോസസ്സ് കണ്ടിന്യൂ നമ്മൾ വളരും തോറും നമ്മളുടെ ഉള്ളിൽ ചിന്തകൾ വളരും, നമ്മളുടെ ചോദ്യങ്ങൾ വളരും. നമ്മൾ വലുതാവും തോറും നമുക്ക് ഇനിയും ചോദ്യങ്ങൾ ഒരുപാട് വരും. അപ്പൊ അതിന് നമ്മൾ ഉത്തരം തേടി പോകും. ആ ഉത്തരം തേടി പോയി കഴിയുമ്പോൾ നമുക്ക് മറ്റു പല വാതിലുകൾ തുറന്നു തരാനുള്ള സാധ്യത, പ്രകൃതി തന്നെ നമുക്ക് തുറന്നു തരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഒരു പക്ഷെ ഒരു ജീവിതത്തിന്റെ ഒരു സായാഹ്നത്തോടൊക്കെ അടുക്കുന്ന സമയത്തൊക്കെ ഒരു യോഗി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? എനിക്കറിയില്ല. കാരണം ഞാൻ പണ്ട് ലാലേട്ടൻ എവിടെയോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യ സിനിമ കിട്ടുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ എനിക്ക് അമ്മാവനാണെന്ന് തോന്നുന്നു, അമ്മാവന്റെ കൂടെ യാത്ര പോകാൻ വേണ്ടി ഈ ഒരു ആത്മീയതയിലേക്കുള്ള യാത്ര പോകാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നു വിടുന്നത്. ആ ഒരു ലൈഫാണ് എന്റെ മകൻ ഇപ്പൊ പിന്തുടരുന്നത്. അദ്ദേഹം പണ്ടൊരു ആർട്ടിക്കിൾ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പാത്ത് മാറിപ്പോയി, പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും അങ്ങനെ ഒരു സൈഡ് കിടക്കുന്നുണ്ട്. അപ്പം കുറച്ചെങ്കിൽ ചെല്ലും നമ്മൾ കരിയറിന്റെ ഒക്കെ ഒരു പീക്ക് എത്തി, പിന്നീട് നമുക്ക് ഇനി കുറച്ച് സ്വസ്ഥമാവാന്നൊക്കെ തോന്നുന്ന സമയത്ത് ഇങ്ങനെ ഒരു യാത്രകളോ അല്ലെങ്കിൽ ബുക്ക് എഴുതുക, ഈ ഒരു മേഖലയിലേക്ക് തന്നെ ജീവിതത്തിന്റെ സായാഹ്നം എത്തിക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും വിഷൻ ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു തോട്ട് അത് കാരണം നമ്മൾ കുറച്ചുകൂടി ഇതിനകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു കാര്യവും സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സ്പിരിച്വാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത് ഗ്രാജുവലി സംഭവിക്കേണ്ടതാണ്. അത് എപ്പോഴാണോ എന്താണോ സംഭവിക്കേണ്ടത് അത് വരേണ്ട. അല്ലെങ്കിൽ അപ്പോൾ അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പം ഈ എനിക്കിപ്പോൾ ആസ് ഓഫ് നൗ എനിക്ക് ഭൗതികപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആസ് കാർത്തിക് ശങ്കർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ സ്പിരിച്വാലിറ്റി എനിക്ക് തന്നെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ മുറയ്ക്ക് അങ്ങ് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരുപാട് ഇപ്പോൾ ഞാൻ ഈ നമ്മുടെ വർക്കിലൊക്കെ കൊടുക്കുന്ന പോലുള്ളൊരു കോൺഷ്യസ് ഒരു എഫേർട്ടൊന്നും ഞാൻ ഭയങ്കരമായിട്ടിട്ട് ഞാൻ അത് ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു തോട്ടിലോട്ട് പോയിട്ടില്ല. കാരണം അതൊക്കെ ഓർഗാനിക്കായിട്ട് സംഭവിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു കരിയർ അല്ലെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഒരു യോഗിക്ക് അല്ലെങ്കിൽ ഫുൾ ടൈം സന്യാസത്തിൽ അല്ലെങ്കിൽ ഫുൾ ടൈം സ്പിരിച്വൽ പരിപാടി അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നൊരു സംഭവം അല്ല ഇത്. കാരണം കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ജോലി എന്ന് പറയുന്ന പോലെ അത് സംഭവിക്കേണ്ട കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സംഭവിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ അതിനുവേണ്ടി ഒരു കോൺഷ്യസ് എഫേർട്ടൊന്നും ഇടാറില്ല. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തോട്ട്സും ചിന്തകളും അതിനനുസരിച്ച് പോകുന്നു. ഇപ്പോൾ അത് ആ സ്പിരിച്വൽ തോട്ട്സ് ആണെങ്കിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഗുരുവിനോട് അത് ചോദിച്ചിട്ട് അങ്ങനെ പോകുന്നു. പക്ഷെ നമുക്ക് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഏരിയ നമ്മുടെ ഈ പ്രൊഫഷൻ റിലേറ്റഡ് നമ്മുടെ ലൈഫും അത് ഞാൻ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ
ഇതായിട്ട് തന്നെ അല്ലെങ്കിൽ ഇന്നത് വേണം എന്നുള്ള പ്ലാനിങ്ങിലൂടെ പോകുന്നുണ്ട്. എനിക്കൊരു ആത്മീയതയുടെ സൈഡ് ഗോത്ത് ഫ്ലോ എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ വന്നപ്പോ ഞാൻ ഈ കയ്യിലെ മോതിര രുദ്രാക്ഷം കണ്ടപ്പോ ഞാൻ ഓർത്ത് ഇങ്ങനെ, ഞാൻ ആ ഫസ്റ്റ് ഇങ്ങനെ രുദ്രാക്ഷം ഒരാൾ ഇടുന്നതാണ്. ഞാൻ ആ രുദ്രാക്ഷം നോക്കിയതിന് ഉത്തരം എനിക്കിപ്പോ കിട്ടി. വളരെ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടി. ഞാൻ ഇടയ്ക്ക് ഏതോ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ ഒരു പ്രദീപിന്റെ കാര്യം എന്തിനാണ് പറയുന്നുണ്ടായിരുന്നു. എനിക്കപ്പോ പെട്ടെന്നിട്ട് കഥ പറയുമ്പോഴുള്ള ബാർബർ ബാലിനെയും ഈ ബാർബർ ബാലിന്റെ കഥ ആക്ച്വലി ശ്രീനിവാസ സാറിന്റെ ലൈഫിൽ നടന്നൊരു കഥയാണ്. അറിയോന്നറിയില്ല. ശ്രീനിവാസ സാറിനെ എന്നെ ക്യാഷ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി വിട്ടത് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള, എനിക്ക് വയനാടാണെന്ന് തോന്നുന്നു, വയനാട് അവിടെ എവിടെയുള്ള ഒരു സുഹൃത്താണ് വിട്ടത്. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ആ സുഹൃത്തിന്റെ മകന് സിനിമയിൽ ആഗ്രഹമുണ്ട്. അപ്പൊ അദ്ദേഹം വിളിച്ചത് ശ്രീനിവാസൻ സാറിനെയാണ്. ശ്രീനിവാസ് സാറ് ആ തൊട്ടടുത്ത സിനിമയിൽ തന്നെ ഒരു സിനിമാറ്റോഗ്രാഫറുടെ അസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹം പയ്യനെ ജോയിൻ ചെയ്യാൻ പയ്യൻ ഇപ്പൊ സിനിമ ഇൻഡസ്ട്രിക്കകത്തുണ്ട്. ശ്രീനിവാസ് സാറ് തന്നെ ആ സാറിനൊരു ക്യാഷ് കൊടുത്ത് വിട്ട് അദ്ദേഹത്തിന്റെ മകനെ തന്നെ തിരിച്ച് അദ്ദേഹം ഒരു ഹെൽപ്പ് ചെയ്ത് സാറ് തന്നെ പറഞ്ഞാണ്. എന്റെ അടുത്ത് തന്നെ സാറ് പറഞ്ഞൊരു കഥയാണ്. എനിക്ക് പെട്ടെന്ന് അതാ റിലേറ്റ് ചെയ്ത്. ഈ പ്രദീപ് ഇപ്പൊ എവിടെയുണ്ട്? ഈ ഒരു വളർച്ചയിൽ അദ്ദേഹം എന്ത് പറയുന്നു? പ്രദീപ് ഇപ്പോ നാട്ടില് അടൂരാണ്. അത് അടൂർ കുരമ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ്. കുരമ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹം ഇപ്പം ടീച്ചറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫ് വേറെയാണ്. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു ലൈഫാണ്. ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നമ്മുടെ ഈ വളർച്ചയിലൊക്കെ അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ. അദ്ദേഹം ഹാപ്പി ആയിട്ട് തന്നെ അവിടെ ഉണ്ട്. പിന്നെ അദ്ദേഹം അതാ പറഞ്ഞത്, അദ്ദേഹത്തിന് വേറെ പ്രൊഫഷനും വേറെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം അതിൽ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ വളർന്നു വരണമെന്നും ഞാൻ വലുതായി കാണണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പൈസയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അവിടെ ഹാപ്പി ആയിട്ട് തന്നെ ഉണ്ട്. ആ ചുരുട്ടി പിടിച്ചു തന്ന ക്യാഷിന് അതിനൊരു വില മതിക്കാൻ പറ്റില്ല. എത്ര പേർക്ക് തോന്നും അത്? എത്ര പേർക്ക് തോന്നും അത്? ഇപ്പം അന്ന് എമൗണ്ട് ചിലപ്പോൾ കുറവായിരിക്കാം. പിന്നീട് അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെയാണ് അത് ചെയ്തെടുത്തത്. പക്ഷെ ആ മനസ്സ് പിന്നെ ഫേസ്ബുക്കിൽ ഇടാൻ പറഞ്ഞത് അതേ തന്നെയാണ്. അപ്പൊ അതൊരു ദൈവനിയോഗം. അത് അവനിൽ കൂടി ദൈവം പ്രവർത്തിച്ച അവനെ നമ്മളൊരു ദൈവത്തിന്റെ സ്ഥാനത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. ഇന്നും ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്നെ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ലൈഫ് ലോങ് കിടക്കട്ടെ. തീർച്ചയായിട്ടും. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.